നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സിനാന്റെ മരണത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്തു. താന്നാളൂരിലെ തട്ടുകടകളിൽ കളർ ചേർത്ത തേയില പിഴയിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് തിരൂരിലെത്തിച്ച ഭക്ഷ്യയോഗ്യമല്ലാത്ത 125 കിലോ മത്സ്യം പിടിച്ചെടുത്തു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനാചരണം സംഘടിപ്പിച്ചു. എം സജീന്ദ്രൻ രചിച്ച മഹാഭാരത കഥകളിലൂടെ ഒരു യാത്രയുടെ പുസ്തക ചർച്ച തിരൂർ സംഘം ഹാളിൽ സംഘടിപ്പിച്ചു. തിരൂരിൽ കോൺഗ്രസിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. വിശദമായ വാർത്തകൾ. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ റിമോട്ട് കൺട്രോൾ ഗേറ്റ് തുറന്ന് അടയ്ക്കുന്നതിനിടയിൽ ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരണപ്പെട്ട വയലത്തൂർ ചിലവിൽ സ്വദേശി ചങ്ങനകാട്ടിൽ കുന്നശ്ശേരി അബ്ദുൾ ഗഫൂറിന്റെ മകൻ മുഹമ്മദ് സിനാൻ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് കൽപ്പകഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അപകടം നടന്ന സ്ഥലവും ഗേറ്റും പോലീസ് പരിശോധിച്ചു. കൽപ്പകഞ്ചേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ സുശാന്ത്, SI ഉദയരാജ്, സീനിയർ CPO തോമസ്, CPO സനൂപ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയത്. ഗേറ്റ് റിമോട്ട് കൺട്രോൾ വഴി തുറന്ന് അടയ്ക്കുന്നതിനിടയിൽ അബദ്ധവശാൽ കുട്ടി ഗേറ്റിൽ കുടുങ്ങി ഗേറ്റ് അടഞ്ഞതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അപകടമുണ്ടാക്കിയ ഗേറ്റ് പോലീസ് പരിശോധിച്ചു. സെൻസർ തകരാർ കണ്ടെത്തിയിട്ടില്ല. വെട്ടൻ ന്യൂസ്, കൽപ്പകഞ്ചേരി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന. താന്നാളൂരിൽ തട്ടുകടയിൽ കളർ ചേർത്ത തേയില പിടിച്ചെടുത്തു. വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഭക്ഷണം പാചകം ചെയ്തതിന് നടുവിലങ്ങാടിയിലെ തട്ടുകട അടപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന. തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഓഫീസർമാർ നടത്തിയ രാത്രികാല മിന്നൽ പരിശോധനയിലാണ് താനാളൂരിലെ തട്ടുകടയിൽ നിന്ന് കളർ ചേർത്ത തേയില പിടിച്ചെടുത്തത്. 2 തട്ടുകടയിൽ നിന്നാണ് വ്യാജ തേയില പിടിച്ചെടുത്തത്. തേയില എത്തിച്ചു നൽകിയ ആളെക്കുറിച്ച് വിവരം ലഭിച്ചതായി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ MN ഷംസിയ പറഞ്ഞു. നടുവിലങ്ങാടിയിൽ വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഭക്ഷണം പാകം ചെയ്തതിന് തട്ടുകട അടപ്പിച്ചു. താനൂരിലും തിരൂരിലുമായി 5 തട്ടുകടകൾക്ക് പിഴ ചുമത്തി. തിരൂരിലെ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 60 കിലോ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഹൽഫാമും 20 കിലോ ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യവും പിടിച്ചെടുത്തു. തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ MN ഷംസിയ, താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ സുമിൻ ജോസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സജിത എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ ഹോൾസെയിൽ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 125 കിലോ ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം പിടിച്ചെടുത്തു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ വാഹനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മത്സ്യം പിടിച്ചെടുത്തത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് താനൂർ തിരൂർ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തിയത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് താനൂർ തിരൂർ ആരോഗ്യ വിഭാഗം തിരൂർ ഹോൾസെയിൽ മാർക്കറ്റിൽ മിന്നൽ പരിശോധന നടത്തിയത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് തിരൂർ ഹോൾസെയിൽ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 125 കിലോ പറവ മത്സ്യമാണ് ഭക്ഷ്യയോഗ്യമല്ലാത്തതായി കണ്ടെത്തിയത്. മൊബൈൽ ഫുഡ് ടെസ്റ്റിൽ 13 മത്സ്യങ്ങൾ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഭക്ഷ്യയോഗ്യമല്ലാത്തതായി കണ്ടെത്തിയത്.
താനൂർ മത്സ്യമാർക്കറ്റിൽ 25 കിലോ ഭക്ഷ്യയോഗ്യമല്ലാത്ത അയല കണ്ടെടുത്തു. സംഭവത്തിൽ പിഴ ചുമത്തി. തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരായ MN ഷംസിയ, സുമിൻ ജോസ്, തിരൂർ നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ ജീവരാജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ K സജിത, VS വിപിൻ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. വെട്ടം ന്യൂസ്, തിരൂർ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടി കവിയും ഗായികയുമായ ഡോക്ടർ റോഷ്നി സ്വപ്ന ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയമായി സംഗീതാഭ്യാസത്തിന് ഒരു ആമുഖം, അതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം തോന്നുന്നു അല്ലെ. അതിനൊരു ആമുഖം ഉദ്ഘാടനം എന്ന രീതിയിലാണ് ഇന്നത്തെ പരിപാടി. രാവിലെ ഞാൻ വിദ്യാഭ്യാസ ഭാഷയ്ക്ക് ഒരുമിച്ചുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഒരുപാട് ആളുകൾ 2 തരത്തിലാണ് എനിക്ക് മ്യൂസിക്കായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന്, എൻ്റെ ഒരു പ്രാക്ടീസും അതിൻ്റെ ഒരു പദ്ധതികളും എൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിൽ സംസാരിക്കാൻ ഒരു തരം സംസാരം. മറ്റൊന്ന്, ശാസ്ത്രീയ സംഗീത പരിശീലനത്തിന്റെ കൺവീനർ MC കാവ്യമൃത ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. NSS കോർഡിനേറ്റർ ഡോക്ടർ K ബാബുരാജൻ അധ്യക്ഷം വഹിച്ചു. K ബാലകൃഷ്ണൻ, സൈനുദ്ദീൻ എന്നിവർ ഗാനമാലപിച്ചു. ചടങ്ങിന് G ഗോപിക സ്വാഗതവും CA ഹരീഷ് നന്ദിയും പറഞ്ഞു. സംഗീത സഭയുടെ നേതൃത്വത്തിൽ സംഗീത പ്രേമികളായ വിദ്യാർത്ഥികൾക്കും അധ്യാപക അനധ്യാപക ജീവനക്കാർക്കുമായി വ്യാഴാഴ്ചകളിൽ സംഗീത പഠന ക്ലാസ് നടത്തുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക്, വെട്ടം. MM സജീന്ദ്രൻ രചിച്ച മഹാഭാരത കഥകളിലൂടെ ഒരു യാത്രയുടെ പുസ്തക ചർച്ച തിരൂർ സംഘം ഹാളിൽ സംഘടിപ്പിച്ചു. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് MC ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ES ഗായത്രി പുസ്തകം പരിചയപ്പെടുത്തി. മഹാഭാരത കഥകളിലൂടെ ഒരു യാത്ര, നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാവാം, വായിച്ചിട്ടുണ്ടാവാം, അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ശ്രീ ബിജു മോഹന്റെ ചാനലിൽ കഴിഞ്ഞ ഒരു 4-4.5 വർഷമായിട്ട് വരുന്ന ഒരു സീരീസ്, അതിന്റെ ഒരു ഭാഗം ആദിസഭാ വനപർവ്വങ്ങൾ, 3 പർവ്വങ്ങൾ ആദ്യത്തെ ഒരു ഭാഗമായിട്ട് 1ാമത്തെ വോളിയുമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഈ പുസ്തകം. മഹാഭാരത കഥകളിലൂടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയാണത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ TV സുനിത ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ഗ്രന്ഥകർത്താവും IPTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ MM സജീന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. IPTA ജില്ലാ സെക്രട്ടറി രമേശ് ചങ്ങനാശ്ശേരി സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജീവ് കാടഞ്ചേരി നന്ദിയും പറഞ്ഞു. AP രാജു, മണി കമ്മറമ്പിൽ, സുഭാഷ് രാമനത്ത്, ഷിബു വെട്ടം, സലിം CK താനൂർ, PV ഉഷ, KP ഹാജറ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂരിൽ കോൺഗ്രസിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. CUC പ്രസിഡന്റ് തങ്കമ്മ പൊറൂറിന്റെ അധ്യക്ഷതയിൽ DCC പ്രസിഡന്റ് VS ജോയ് കുടുംബങ്ങളെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. കോൺഗ്രസിൽ ചേർന്നവർക്ക് തിരൂരിൽ സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് VS ജോയ് കുടുംബങ്ങളെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല, DCC വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേരി, തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ടിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ആളത്തിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആമിനമോൾ, അഡ്വക്കേറ്റ് സബീന, മൈമുന സുബൈദ, CV വിമൽകുമാർ, അമ്മേങ്ങര അബ്ദുള്ളക്കുട്ടി, അരുൺ ചെമ്പ്ര, ഖാദർ കോരങ്ങത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.